പെട്ര, India's premium steel doors. അഴകിലും ഉറപ്പിലും കാലാതീതം. അമേരിക്ക ഇറാൻ സംഘർഷം ഓഹരി വിപണിയെ ബാധിച്ചു. ഓഹരി വിപണിയിൽ കനത്ത ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഒരിടവേളയ്ക്ക് ശേഷം അമേരിക്ക ഇറാൻ സംഘർഷം കനത്തതോടെ ഓഹരി വിപണിയിൽ പ്രതിഫലിച്ചു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ച് ഇരു രാജ്യങ്ങൾ തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണാധികാരം തങ്ങൾക്കെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാന് നാവികോപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കാർഗോ കപ്പലുകൾക്ക് 20% ഫീസ് ഈടാക്കുമെന്നും പ്രഖ്യാപിച്ചു. ഇവയെല്ലാം ഓഹരി വിപണിയിൽ പ്രതിഫലിച്ചു. വ്യാപാരത്തിന് തുടക്കത്തിൽ സെൻസെക്സ് 500 പോയിന്റാണ് താഴ്ന്നത്. നിഫ്റ്റി 24,000 തൊട്ടുമുകളിലെത്തി. ഡോളറിനെതിരെ രൂപയുടെ മൂല്യവും ഇടിഞ്ഞിട്ടുണ്ട്. വ്യാപാരത്തിന്റെ തുടക്കത്തിൽ 48 പൈസയുടെ ഇടിവോടെ 96 കടന്നിരിക്കുകയാണ് രൂപ. എണ്ണവില വർധനയാണ് രൂപയെ ബാധിച്ചത്. ഡോളർ ശക്തിയാർജിച്ചതും രൂപയ്ക്ക് വിനയായി. ഇന്നലെ 30 പൈസയുടെ നഷ്ടമാണ് രൂപ നേരിട്ടത്. എണ്ണവില കുതിക്കുന്നത് ഓഹരി വിപണിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. 2 ദിവസത്തിനിടെ എണ്ണവിലയിൽ 11% വർധനയാണ് രേഖപ്പെടുത്തിയത്. അതിനിടെ ആഗോള വിപണിയിൽ എണ്ണവില റോക്കറ്റ് കുതിപ്പിൽ. അമേരിക്ക ഇറാൻ സംഘർഷത്തെ തുടർന്ന് എണ്ണവില ഒരു മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തി. ആഗോള എണ്ണ നീക്കത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് സാധാരണ നിലയിലേക്ക് വരുമെന്ന പ്രതീക്ഷകളാണ് ഇതോടെ ഇല്ലാതായത്. ഇതാണ് എണ്ണവില ഉയരാൻ കാരണം. ഇന്ത്യ മുഖ്യമായി ആശ്രയിക്കുന്ന ബ്രെന്റ് ക്രൂഡിന്റെ വില ബാരലിന് $85 ഇന്നലെ 9.6% കുതിച്ച എണ്ണവിലയാണ് ഇന്ന് 2% മുന്നേറിയത്. ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.